ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇങ്ങനെ ചിന്നുവും രുക്കുവും വിജയ് ശങ്കറും കൂടി കാറിൽ അമ്പലത്തിലേക്ക് പോവുകയാണ്. രുക്കിൻ്റെ സ്ഥാനത്ത് ചിന്നുവിന് അർച്ചനയാണെന്ന് തോന്നുകയാണ്. അപ്പോൾ വിജയ് ശങ്കർ ചോദിക്കുകയാണ്, ചിന്നുവിന് ഡ്രൈവിംഗ് പഠിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, ഇപ്പോൾ പഠിച്ചാലും 18 വയസ്സാകുമ്പോഴല്ലേ ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ചിന്നു പറയണം, അമ്മ എന്തായാലും കാർ ഓടിക്കാൻ പഠിക്ക്, അമ്മയ്ക്ക് 2 വീലർ ലൈസൻസല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർച്ചന പറയണ, എനിക്ക് കാർ ഓടിക്കാനുള്ള ധൈര്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പറയണ, അതിനല്ലേ അച്ഛൻ കൂടെയുള്ളത്, പിന്നെ എന്തിനാണ് അമ്മയ്ക്ക് ധൈര്യക്കുറവ് എന്ന് പറയണം. അങ്ങനെ പോകുമ്പോഴാണ് ചിന്നു സ്വപ്നമാണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നീട് രുക്ക് ചിന്നുവിനെ നോക്കുമ്പോൾ ചിന്നു സങ്കടപ്പെട്ട് ഇരിക്കുന്നതാണ് കാണുന്നത്. രുക്ക് ചിന്നുവിനെ ചിന്നു എന്ന് വിളിക്കുമ്പോൾ ചിന്നു ആദ്യം കേൾക്കുന്നില്ല, പിന്നീടാണ് ഞെട്ടി എഴുന്നേൽക്കുന്നത്. അപ്പോൾ ചിന്നുവിനോട് രുക്ക് ചോദിക്കുകയാണ്, എന്താ സ്വപ്നം കാണുവാണോ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നു, ഇല്ല വെറുതെ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ചിരിച്ച് പോവുകയാണ്. കോടതിയിലിരിക്കുന്ന അർച്ചനയെയാണ് കാണിക്കുന്നത്. അർച്ചനയെ നോക്കിക്കൊണ്ട് ജഗദീഷ് വക്കീലും അടുത്തിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അർച്ചനയുടെ അസിസ്റ്റൻസായ 2 വക്കീലുമാർ വരുന്നത്. ഒരു വക്കീൽ ജഗദീഷ് വക്കീലിനോട് എന്താ ഇത്ര ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജഗദീഷ് വക്കീൽ, ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അർച്ചനയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് അർച്ചനയോട് പറയുകയാണ്, ഒരു ദിവസം ചിന്മയിയെ നമ്മുടെ ഓഫീസിലേക്ക് കൊണ്ടുവരണം, ജയിച്ചിട്ട് ഇതുവരെ അവൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലോ, അപ്പോൾ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരണം എന്ന് പറയുകയാണ് അർച്ചന. അപ്പോൾ പറയുന്നുണ്ട്, ശരി ഞാൻ കൊണ്ടുവരാം എന്ന് പറയുകയാണ്. അപ്പോൾ അവിടേക്ക് ഒരാൾ വന്നിട്ട് വിജയ് ശങ്കർ വക്കീലില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റൻ്റായ ഒരു വക്കീൽ പറയുകയാണ്, വിജയ് ശങ്കർ ഇവിടെ ഉണ്ടെങ്കിൽ കാണുമല്ലോ എന്ന് പറയുകയാണ്. ഒരു കേസുമായിട്ട് വന്ന ആൾ വിജയ് ശങ്കറിനെ അന്വേഷിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ജഗദീഷ് വക്കീൽ പറയുന്നുണ്ട്, അതിലും പ്രഗത്ഭയായ ഒരു വക്കീൽ ഇപ്പോൾ ഇവിടെയുണ്ട്, ആ വക്കീലിന് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതും കേട്ടുകൊണ്ടാണ് വിജയ് ശങ്കറിൻ്റെ 2 ആൾക്കാർ വരുന്നത്. അവർ പറയുകയാണ്, വിജയ് ശങ്കർ ഒരു കുടുംബക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്, തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കാൻ വന്ന ആളെയും വിളിച്ചുകൊണ്ട് വിജയ് ശങ്കറിൻ്റെ 2 ആൾക്കാർ അയാളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് വിജയ് ശങ്കറും ചിന്നുവും രുക്കുവും കുടുംബക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. ഇവിടെ ചന്ദ്രയും ആര്യയും സത്യനും മുത്തശ്ശി എല്ലാം ഉണ്ട്. അപ്പോൾ ചിന്നു മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, മുത്തശ്ശി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി പറയുകയാണ്, ഞാനല്ലേ ഇവിടെ ആദ്യം എത്തേണ്ടതെന്ന്, ഇനി എത്ര കാലം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും പറയണം, അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി പിന്നെ ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ അമ്മയും മാമന്മാരൊന്നും വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവരാരും അറിഞ്ഞിട്ടില്ല, അറിയാതെയാണ് വന്നതെന്ന് പറയുന്നു. ചന്ദ്ര പറയുകയാണ്, അമ്പാട്ടുന്ന ആരും വരില്ല സീതമ്മേ, ചിന്നുവിനെ പറഞ്ഞയക്കാൻ എന്തായാലും അർച്ചന സമ്മതിക്കില്ല, അതാണ് അമ്മയോട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് ചിന്നുവിനെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നത്. മുത്തശ്ശി വിജയ് ശങ്കറിനോട് ചോദിക്കുകയാണ്, കള്ളം പറഞ്ഞ് എന്തിനാണ് ഇവളെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുകയാണ്, കുടുംബക്ഷേത്രത്തിൽ എൻ്റെ മോള് കൂടി എൻ്റെ കൂടെ വേണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ സത്യം പറയുകയാണ്, സീതമ്മ ഇനി അവിടെ നിന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ ചിന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയരുതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, ശരി ഞാനൊന്നും പറയുന്നില്ല എന്ന രീതിയിൽ നിൽക്കുകയാണ്. പിന്നീട് ചന്ദ്ര വിജയ് ശങ്കറിൻ്റെ കയ്യിൽ ഒരു കവർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ചിന്നുവിനുള്ള ഡ്രസ്സാണിതെന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ചന്ദ്ര നീ തന്നെ കൊടുത്തു എന്ന് പറയുന്നു. എന്നാൽ ചന്ദ്ര പറയണേ, ഇല്ല വിജയേട്ടൻ തന്നെ കൊടുത്തോളൂ എന്ന് പറയണം. വിജയ് ശങ്കർ എന്നിട്ട് ചിന്നുവിന് ഡ്രസ്സ് കൊടുക്കണം, പൂജയിൽ പങ്കെടുക്കുമ്പോൾ നീ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണം വരാനെന്ന് പറയുന്നുണ്ട്. ചിന്നു അത് സ്വീകരിക്കുകയാണ്. പിന്നീട് രുക്കു ആ കവർ വാങ്ങിച്ച് പൊട്ടിച്ചു നോക്കുമ്പോൾ അതിലൊരു പട്ടുപാവാടയാണ്. അത് വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രുക്കു ചിന്നുവിന് വെച്ച് കൊടുക്കുന്നുണ്ട്. ചിന്നുവിന് അപ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് ആര്യ നിൽക്കുകയാണ്. ആര്യയ്ക്ക് ഇതെല്ലാം കണ്ടുകൊണ്ട്
അസൂയ തോന്നുകയാണ്. അതിനുശേഷം മഞ്ജു ചിന്നു വരാൻ വൈകുമെന്ന് ഓർത്തിട്ട് അർച്ചനയെ വിളിക്കുകയാണ്. അർച്ചനയെ വിളിച്ചിട്ട് കള്ളം പറയുകയാണ്. ചേച്ചി വരുന്ന സമയത്ത് ചേച്ചി കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ട് വരണം, കൂടെ ചീരയും കൂടി വാങ്ങണം, ചിന്നുവിന് ചീരത്തോരൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണ്. പക്ഷേ നല്ല ചീര കിട്ടാൻ വൈകുന്നേരം 5 മണിയെങ്കിലും ആവും ചേച്ചി എന്ന് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അതിനെന്താ 5 മണി വരെ നിൽക്കണമെന്നല്ലേ ഉള്ളൂ, ഞാൻ വാങ്ങിയിട്ട് വരാം എന്ന് പറയുകയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ മഞ്ജുവിന് ആശ്വാസമാവുകയാണ്. ശേഷം ആര്യയും ചിന്നുവും കൂടി സംസാരിക്കുകയാണ്. ആര്യയ്ക്ക് ചിന്നു ഒരു പൂ പറിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആര്യ ആ പൂ വാങ്ങുന്നില്ല. എന്നിട്ട് ചിന്നുവിനോട് പറയുകയാണ്, എൻ്റെ ആരോമലിൻ്റെ അച്ഛനാണത്, നിൻ്റെ അല്ല, നീ എന്തിനാണ് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ആ ഡ്രസ്സ് വാങ്ങിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുകയാണ്, അതെനിക്ക് ഞാൻ പറഞ്ഞിട്ടല്ല, അവരെനിക്ക് വാങ്ങിച്ചു തന്നതാണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിജയ് ശങ്കറും രുക്കുവും കൂടി വരുന്നത്. ശങ്കർ ചോദിക്കുകയാണ്, എന്താ രണ്ടാളും കൂടി ഇവിടെ ഒരു സംസാരമെന്ന്. അപ്പോൾ ചിന്നു ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ വിജയ് ശങ്കറിന് മനസ്സിലാവുന്നുണ്ട്. വിജയ് ശങ്കർ പറയാണ്, നിങ്ങൾ എന്തോ പിണങ്ങി സംസാരിക്കുന്നത് പോലെ തോന്നി എന്ന് പറയുന്നു. എന്നിട്ട് ആര്യോട് പറയാണ്, മോളെ ഞാൻ പറഞ്ഞതല്ലേ ഇത് നിൻ്റെ ചേച്ചിയാണെന്ന് പറയുകയാണ്. എന്നിട്ട് വിജയ് ശങ്കർ പറയാണ്, ശരി ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്, രണ്ടാളും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമെന്ന് പറയുന്നു. രണ്ടാളും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ചിന്നുവിൻ്റെ കൈ പിടിച്ച് തിരിക്കുകയാണ് ആര്യ. എന്നാൽ വിജയ് ശങ്കർ ഇതൊന്നും കാണുന്നില്ല. എന്നാൽ രുക്കു ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ചിന്നുവിനോടും ആര്യയോടും വിജയ് ശങ്കർ പറയാണ്, ഓക്കെ ശരി, പൂജയുടെ സമയമായി ആവുമ്പോൾ രണ്ടാളും അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് വിജയ് ശങ്കർ പോകുന്നു. അതിനുശേഷം ആര്യ ചിന്നുവിനോട് പറയുകയാണ്, ഷെയ്ക്ക് ഹാൻഡ് തന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൻ്റെ അടുത്ത് കൂട്ടായിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രുക്കു, എന്താ ആര്യമോളെ നീ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് ആര്യ പോവുകയാണ്. എന്നിട്ട് ചിന്നുവിനോട് രുക്കു പറയുകയാണ്, സാരല്ല, നമുക്ക് അവളെ മാറ്റിയെടുക്കുക എന്ന് പറയുകയാണ്. അതിനുശേഷം അച്ചു വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ രമ്യ അവിടെ പൊടി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്നു എന്ന് വിളിച്ചിട്ട് അച്ചു വരുമ്പോൾ രമ്യ പറയുകയാണ്, ഇതുവരെ ചിന്നുമോൾ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അച്ചു പറയുകയാണ്, ഇനിയും വന്നില്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവളെയും വിളിച്ചുകൊണ്ട് വരുമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് മഞ്ജു എത്തുന്നുണ്ട്. അച്ചു പറയുകയാണ്, ശരി എന്നാൽ ഞാൻ പോയിട്ട് ചിന്നുവിനെ വിളിച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ മഞ്ജു പറയുകയാണ്, ഇല്ല അവളിപ്പോൾ വരില്ല എന്ന് പറയണേ. എന്തായെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അവൾ ക്ലാസ് കഴിഞ്ഞ് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകും, 5 മണിയാവുമ്പോഴേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അച്ചു ഓക്കെ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് രമ്യയുടെ കയ്യിൽ കൊടുത്ത ഒരു പേപ്പറും വാങ്ങിച്ചിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. എന്നാൽ രമ്യയ്ക്ക് മഞ്ജുവിനെ സംശയം തോന്നുന്നുണ്ട്. അതിനുശേഷം അർച്ചനയെ കോടതിയിൽ കാണിക്കുന്നു. അർച്ചന വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജഗദീഷ് വക്കീൽ വരികയാണ്. ഇറങ്ങാനായില്ലേ എന്ന് അർച്ചനയോട് ജഗദീഷ് വക്കീൽ ചോദിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ജഗദീഷ് വക്കീൽ ചോദിക്കുന്നുണ്ട്, പച്ചക്കറി വാങ്ങണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ വക്കീൽ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു എന്ന് പറയുന്നു. അർച്ചന ചോദിക്കുകയാണ്, ഞാൻ പറയുന്നതും ചെയ്യുന്നതും നോക്കി നടക്കുകയാണോ ജഗദീഷ് വക്കീലിന് എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അർച്ചന ശരി എന്ന് പറഞ്ഞിട്ട് അത് വിട്ട് കളയണം. പിന്നീട് അർച്ചന ജഗദീഷ് വക്കീലിനോട് ശരി വക്കീൽ പോയിക്കോളൂ എന്ന് പറയുന്നു. അതോടുകൂടി ജഗദീഷ് വക്കീൽ പോവുകയാണ്. അതിനുശേഷം അർച്ചന വിചാരിക്കുകയാണ്, ചിന്നുവിനെ ഒന്ന് വിളിച്ചു നോക്കാം, അവൾക്ക് എന്തെങ്കിലും വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്തിട്ട് ചിന്നുവിനെ വിളിക്കുകയാണ്. എന്നാൽ ചിന്നുവിനെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. എന്താ ഫോൺ എടുക്കാത്തതെന്ന് വിചാരിച്ചിട്ട് അർച്ചന മഞ്ജുവിനെ വിളിക്കുന്നു. മഞ്ജുവിനെ എന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് മഞ്ജുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് മഞ്ജുവിനോട് ചോദിക്കുകയാണ്, ചിന്നു എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്, അവളെന്താ പകൽ കിടന്നുറങ്ങുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മഞ്ജു പറയാണ്, ചിന്നു ഇവിടെ ഇല്ല, അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ അർച്ചന ചോദിക്കുകയാണ്, ക്ലാസ് കഴിഞ്ഞ് എന്തേ ഇത്രയും നേരം വരാനെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുകയാണ്, അവൾ ക്ലാസ് കഴിഞ്ഞ് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു, അങ്ങോട്ട് പോയിട്ടേ വരുള്ളൂ എന്ന് പറയണം. അപ്പോൾ അർച്ചന ചോദിക്കുകയാണ്, അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ പോകുന്ന കാര്യം എന്ന് പറയണം. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, മറന്നുപോയി കാണുമെന്ന്. അർച്ചന പറയുകയാണ്,
കൂട്ടുകാരിയുടെ അടുത്താണെങ്കിലും അവൾക്ക് വിളിച്ചാൽ ഫോണൊന്ന് എടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മഞ്ജുവിന് ഓർമ്മ വരികയാണ്. മഞ്ജു തന്നെയാണ് ഫോണ് കൊണ്ടുപോവേണ്ട, അവിടെ വെച്ചിട്ട് പോയിക്കോ എന്ന് പറയുന്നത് ചിന്നുവിനോട്. പക്ഷെ അർച്ചന പറയാണ് ശരി ശരി ഫോണ് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്യുകയാണ്. ഇതിനാണെങ്കിൽ നല്ല പേടിയുണ്ട് ചിന്നു വരാത്തതിൽ. അതിനുശേഷം എല്ലാവരും കൂടി കുടുംബക്ഷേത്രത്തിൽ തൊഴുകുന്നതാണ് കാണിക്കുന്നത്. പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരുത്തുന്നേ എന്ന്. എന്നാൽ തൊട്ടു ബാക്കിൽ നിന്ന് ചന്ദ്ര പ്രാർത്ഥിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കണേ എന്നാണ് ചന്ദ്ര പ്രാർത്ഥിക്കുന്നത്. ശങ്കറും ചിന്നും അടുത്തടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് ആര്യ കാണുകയാണ്. ആര്യ അവരുടെ നടുക്ക് പോയിട്ട് നിന്നിട്ട് ചിന്നുവിനോട് പറയുകയാണ് നീ എന്തിനാ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു. എന്നാൽ ചിന്നു ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഇതെല്ലാം കണ്ട് രുക്കു നിൽക്കുന്നുണ്ട്. ശേഷം പൂജ കഴിഞ്ഞ് പൂജാരി ഒരു പൂമാല കൊണ്ടുവന്ന് വിജയശങ്കറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ് മോൾക്ക് ഇട്ട് കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ ആര്യ എനിക്കാണ് എന്നത് വിചാരിക്കുന്നുണ്ട്. എന്നാൽ പൂജാരി പറയുന്നുണ്ട് ഇത് ചിന്നുമോൾക്കാണ്. കാരണം അവളല്ലേ +2 പാസ്സായി ഇനി മറ്റൊരു കോഴ്സിലേക്ക് പോകുന്നത്, അവൾക്ക് വേണ്ടിയുള്ള പൂജയാണ് ഇതെന്ന് പറയുമ്പോൾ ആര്യയ്ക്കും ചന്ദ്രയ്ക്കും അത് ഇഷ്ടാവുന്നില്ല. മുത്തശ്ശി പറയുകയാണ് മോളെ ചിന്നു അടുത്തേക്ക് നിൽക്കുക എന്ന് പറയുമ്പോൾ വിജയശങ്കർ ചിന്നുവിന് മാല ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇന്ന് നല്ലൊരു ദിവസമാണ് എന്നും പൂജാരി പറയുന്നു. എന്നിട്ട് പറയുകയാണ് ഇന്ന് പൗർണമിയാണ്, ഇന്ന് രാത്രി പൂജ നടക്കുന്നുണ്ട്, എല്ലാവരും ആ പൂജ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. എന്നാൽ ചിന്നുവിന് പേടിയാവുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയാണ് ഇല്ല ഞങ്ങൾ ഈ പൂജ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ്. ചന്ദ്രയ്ക്കപ്പോൾ നല്ല സന്തോഷമാവുകയാണ്. അതിനുശേഷം പച്ചക്കറിയെല്ലാം വാങ്ങിച്ചിട്ട് അർച്ചന രാത്രി വീട്ടിലേക്ക് വരുന്നുണ്ട്. വന്നതും ചിന്നു എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ചിന്നു അവിടെ ഇല്ല. മഞ്ജു അപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നാലെ തന്നെ രമ്യയും വരുന്നുണ്ട്. ചിന്നു എവിടെയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ രമ്യ പറയാണ് ചിന്നു ഇതുവരെ വന്നില്ല ചേച്ചി എന്ന് പറയുകയാണ്. അർച്ചന പറയാണ് വന്നില്ലെന്നോ, സന്ധ്യയായില്ലേ, എന്നിട്ട് എൻ്റെ ഇത്രയും നേരം കാണാത്തത്. മഞ്ജു എന്താ ഇത്, ചിന്നു ഇതുവരെ വന്നില്ല എന്ന് പറയുന്നു. അവൾ കൂട്ടുകാരായിട്ട് വീട്ടിലേക്ക് പോയതല്ലേ, എന്തേ കാണാത്തതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയാണ് വരും ചേച്ചി എന്ന് പറയണ്. ഇത്ര നേരമായിട്ട് എന്താ അവളെ കാണാത്തത് എന്ന് ആവലാതിയോടുകൂടിയാണ് അർച്ചന ചോദിക്കുന്നത്. അപ്പോഴാണ് മുകുന്ദനും അനന്തവും കൂടി ബൈക്കിൽ വീട്ടിലേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ അർച്ചന അവരുടെ അടുത്ത് പോയിട്ട് ചിന്നു ഇതുവരെ വന്നില്ല, കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയതാണെന്നാണ് മഞ്ജു പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ അനന്തും മുകുന്ദനും ചോദിക്കുന്നുണ്ട് എന്തേ ഇത്ര നേരമായിട്ടും വന്നില്ല എന്ന് ചോദിക്കുന്നു. ഫോണിൽ വിളിച്ചു നോക്കൂ എന്ന് മുകുന്ദൻ പറയുമ്പോൾ അർച്ചന പറയുകയാണ് ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു. മഞ്ജു ആണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. എന്നാൽ ചിന്നുവിനെ കാണാത്തതിൻ്റെ ആവലാതിയിൽ നിൽക്കുകയാണ് അർച്ചന. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.